ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കണ്ണിമാങ്ങ ഇടാം. ഇതിലിതാ ഇത് ഏതാണ്ട് ഒരു കിലോ മാങ്ങയുണ്ട്. ഉപ്പ് ഇതാ വെച്ചിട്ടുണ്ട്. ഇത് ഉപ്പ് പരലുപ്പാണ്. ഏതാണ്ട് ഒരു കപ്പ് ഉപ്പുണ്ട്. അത് കൃത്യമായിട്ട് കണക്ക് പറയാൻ പറ്റില്ല, ഇടുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. എന്നിട്ടിത് ചുന ഒട്ടും കളയാതെ നമുക്ക് ഇടുക. ഇങ്ങനെ കുറച്ച് ചുന നന്നായിട്ട് കഴുകി തുടച്ച്, ജലാംശം ഒട്ടും ഇരിക്കാൻ പാടില്ല. നന്നായിട്ട് അത് ഒരു വെള്ളമൊന്നുമില്ലാതെ നീറ്റായിട്ട് കഴുകി തുടച്ച മാങ്ങയാണ്. ഇട്ടിട്ട് ഇതാ ഇങ്ങനെ കുറച്ച് ഇതിൻ്റെ ചുന കളയാൻ പാടില്ല, നീട്ടി തന്നെ മുറിക്കുക. ഇങ്ങനെയുള്ളതിൽ ഈ മാങ്ങാ ചുനയാണ് ഇതിൻ്റെ പ്രിസർവേറ്റീവ്. വർഷങ്ങളോളം ഇരിക്കുന്നത് അങ്ങനെയാണ്. കടുക് പൊടി, പിന്നെ ഈ മാങ്ങാ ചുന, ഇതൊക്കെയാണ് ഇതിനെ കേടുകൂടാതെ റീറ്റെയിൻ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ ഇട്ടിട്ട് കുറച്ച് ഉപ്പ് പരലിടുക. വീണ്ടും നമുക്ക് മാങ്ങ ഇടാം. ഇത് ഇങ്ങനെ ഒടിച്ചിടുന്നതായിരിക്കും കുറച്ചുകൂടെ സൗകര്യം. അപ്പം ചുന പുറത്ത് പോകില്ല. ഒടിക്കാൻ പറ്റാത്തത് നമുക്ക് കത്രിക കൊണ്ട് വെട്ടിയിടാം. എന്നിട്ട് ഇതെന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ 2 ആഴ്ച കഴിഞ്ഞിട്ടേ മറ്റു ചേരുവകൾ നമ്മൾ ചേർക്കത്തുള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് 2-3 പ്രാവശ്യം ഇത് കുലുക്കി അടച്ചു വയ്ക്കുക. കാരണം എങ്കിലേ ഉപ്പ് ഈ മുകളിലുള്ള മാങ്ങ താഴെ പോവുകയും അടിയിലുള്ള മാങ്ങ മീതെ വരികയും ചെയ്യും. അങ്ങനെ കുലുക്കി വയ്ക്കുക 2-3 പ്രാവശ്യം. 2 ആഴ്ച കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കും. ഇത് മൊത്തം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അതിനെ അടച്ച് വയ്ക്കണം. ബാക്കിയുള്ളതും കൂടെ ഇനി ഇങ്ങനെ ഓരോ പ്രാവശ്യം മാങ്ങ ഇടുക, ഉപ്പിടുക, ഇട്ടിട്ട് കുലുക്കി നീറ്റായിട്ട് അടച്ച് വയ്ക്കണം. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും കുലുക്കി വയ്ക്കണം. ആ പ്രോസസ്സ് അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞ് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇത് കണ്ണിമാങ്ങ ഉണ്ടാക്കാനായിട്ട് നല്ലെണ്ണ ചൂടാകുന്നുണ്ട്. ആ നല്ലെണ്ണയിലോട്ട് നമുക്ക് കുറച്ച് കായം വറുത്ത് പോരാം. ഈ കായം ഇങ്ങനെ ഈ ഷേപ്പിലാക്കിയത് എളുപ്പം അകം വെന്ത് വറുപെട്ട് വരാനാണ്. ഇതൊരു 1 കിലോ മാങ്ങയ്ക്കാണ്. കായം നല്ലെണ്ണയിൽ ചൂടാക്കി ഒന്ന് വറുത്ത് പോരാം. വറുത്ത് കോരി ഇത് പൊടിക്കണം. കരിഞ്ഞു പോകരുത്. നല്ലതായിട്ട് മൂത്ത് ഒന്ന് ചുവന്ന് വരണം. ഇത് പാകത്തിനിതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മാറ്റിയിട്ട് ഇനി ധാരാളം നല്ലെണ്ണ ഒഴിക്കുക. ഇതെന്തിനെന്ന് ചോദിച്ചാൽ ഈ നല്ലെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി തണുക്കാൻ വയ്ക്കും. ലാസ്റ്റിൽ ആ മാങ്ങയിൽ ഒഴിക്കാനായിട്ട്. ഇപ്പം ഈ നല്ലെണ്ണ കുറച്ച് ചൂടുണ്ട്. ഓഫ് ചെയ്ത് തണുക്കാൻ വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പം അല്പം ചൂട് പോയ ശേഷം ചെറിയ ഒരു അനപ്പേ ഉള്ളൂ അതിൽ. ഇപ്പം നമുക്ക് മുളക് പൊടി ഇടാം. 1 നല്ല ഹീപ്പായിട്ട് തന്നെ 2, 3, 4, 5. ഇതുപോലെ കപ്പ് അളവിൽ പറഞ്ഞാൽ ഏതാണ്ട് ഒരു 3/4 കപ്പ് മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണിത്. കാശ്മീരി ചില്ലി അല്ല. എന്നിട്ട് ഇത് കടുക് പൊടിച്ചതാണ്. ഈ കടുക് പൊടി സ്പൂൺ അളവിൽ പറഞ്ഞാൽ ഒരു 4 സ്പൂൺ കടുക് പൊടി വരും. നന്നായിട്ടിത് ഫൈനായിട്ട് പൊടിയണ്ട, കുറച്ച് തരിതരിപ്പായിട്ട് പൊടിച്ചതാണ്. ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി തണുത്ത ശേഷം തരിതരായിട്ട് പൊടിച്ചത്. ഇത് കായപ്പൊടി. ഇപ്പം നമ്മൾ ഇപ്പോഴുണ്ടാക്കിയ കായപ്പൊടി ഒരു സ്പൂൺ കായപ്പൊടിയുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ചു. ശ്രദ്ധിച്ചോളണം, ഗ്യാസ് ഓഫിലാണ്. ഇരിക്കട്ടെ. ഇനി നന്നായിട്ട് ഈ പാത്രങ്ങളെല്ലാം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയതാകണം. ഈ മാങ്ങ ഇന്നൊരു 10-20 ദിവസം ആയിട്ടുണ്ട് ഇട്ട്. ഉപ്പ് വെള്ളത്തിൽ അന്ന് ഇട്ട് വെച്ചതാണ്. ഉപ്പ് വെള്ളമല്ല, വെറുതെ ഉപ്പിട്ട് മാങ്ങ അന്ന് കുലുക്കി വെച്ചതാണ്.
ഇതൊരു 18-20 ദിവസം ആയിട്ടുണ്ടെന്ന്. ഇനി ഈ വെള്ളം നമുക്ക് ഊറ്റിയെടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ഇത് ഈ ഉപ്പ് വെള്ളമാണ്, ഇതേ ചേർക്കാവൂ. നമുക്ക് എത്ര ഗ്രേവി ആവശ്യമാണോ അത് കണക്കാക്കി ചേർക്കാം. അങ്ങനെ ഇത്രയും ഗ്രേവിയിൽ ഈ പാകത്തിനാക്കിയിട്ടുണ്ട്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ കുറച്ചൽപ്പം ഉപ്പ് വെള്ളം കൂടി ചേർക്കാം. നമുക്ക് എങ്ങനെയാണോ നമ്മളെ വീട്ടിലെ സ്വാദ് അതനുസരിച്ച്. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കിയ കുപ്പിയാണ് ഇതിനകത്ത് ആക്കണം. നല്ലതായിട്ട് ഉണങ്ങി ഒരു പൊടി പോലും വെള്ളത്തിൻ്റെ അംശം പാടില്ല. വർഷങ്ങളോളം ഇരിക്കും. പക്ഷേ ഇവിടെ ഇത് വേഗം ഒരു 15 ദിവസം കഴിയുമ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങും. പിന്നെ അതിൻ്റെ കാര്യം തീരുമാനത്തിലാകും. അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ദിവസം വയ്ക്കുകയാണെങ്കിൽ ഭരണിയിൽ സൂക്ഷിക്കാം. ഭരണിയിൽ വെച്ചിട്ട് നല്ല കോട്ടൺ തുണി കൊണ്ട് കാറ്റ് കയറാതെ ഇറുകെ കെട്ടി വെച്ച് വർഷങ്ങളോളം സൂക്ഷിക്കാം. ഇത് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഈ കുപ്പിയിലാകുന്നത്. ഇല വാട്ടി നല്ലെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. നല്ലെണ്ണ പുരട്ടിയ ഭാഗം അകത്ത് വരണം, മാങ്ങയിൽ ടച്ച് ചെയ്യുന്ന പോലെ. എന്നിട്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് വെക്കുക, കേട് വരാതിരിക്കാൻ. നല്ല എണ്ണയാണ്. നീറ്റായിട്ട് തുടച്ച് എയർ ടൈറ്റായിട്ട് നന്നായിട്ട് തിരികെ അടച്ച് വെച്ചിട്ട് ഇത് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ തുടങ്ങാം. സൂപ്പർ ടേസ്റ്റാണ് ഫ്രണ്ട്സ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.